ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3:13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിന്റെ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും തത്വവും ഉണ്ടായിരിക്കണം. ഈ ലൗകിക ജീവിതത്തിലൂടെ നാം ഒരിക്കൽ മാത്രം കടന്നു പോകുന്നു. ദിവസങ്ങളും മാസങ്ങളും പാഴാക്കരുത്. വെള്ളപ്പൊക്ക ഗേറ്റുകൾ കടന്ന് വെള്ളത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയില്ല എന്ന് തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു പണ്ഡിതൻ ഒരിക്കൽ നിരീക്ഷിച്ചു, ലക്ഷ്യമില്ലാത്ത ജീവിതം വിലാസമില്ലാത്ത ഒരു കത്താണ്. ഒരു ലക്ഷ്യമോ പ്രചോദനമോ ഇല്ലാതെ ഇന്ന് പലരും അവരുടെ ജീവിതം നയിക്കുന്നത് നാം കാണുന്നു. കാറ്റിന്റെ വിവിധ ദിശകളിലേക്ക് ഒഴുകിപ്പോയ മേഘങ്ങൾ പോലെയാണവ. യുവാക്കളിൽ പലർക്കും ഉത്സാഹത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും സമൃദ്ധമായ ഭാവിക്കായി കാത്തിരിക്കാൻ കഴിയുകയില്ല. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഞങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചു. അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളോട് ജീവിതത്തിലെ അഭിലാഷത്തെക്കുറിച്ച് ചോദിച്ചു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ഡോക്ടറാകണമെന്ന് പറഞ്ഞു. ഒരാൾ എഞ്ചിനീയർ ആകണമെന്നും മറ്റൊരാൾ അഡ്വക്കേറ്റ്, ടീച്ചർ, പോലീസ് ഓഫീസർ, ആർമി സോൾജിയർ എന്നിവ പരാമർശിച്ച് മറ്റു പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക വിദ്യാർത്ഥി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കൊരു ബസ് ഡ്രൈവർ ആകണം. അതിനാൽ എനിക്ക് മുന്നിൽ നിൽക്കാനും മറ്റുള്ളവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാനും കഴിയും. ആ പ്രതികരണത്തിൽ ഉദ്യോഗസ്ഥൻ സന്തുഷ്ടനായിരുന്നു. ഇന്ന് നിങ്ങൾ ആത്മീയ വിശ്വാസികളോട് അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞേക്കാം, നിത്യജീവൻ നേടുക, സ്വർഗത്തിലെത്തുക, അല്ലെങ്കിൽ ദൈവത്തിനായി ഒരു ശക്തമായ ശുശ്രൂഷ ചെയ്യും എന്നെല്ലാം. ദാവീദ് രാജാവിന് അവന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹവും ലക്ഷ്യവും ഉണ്ടായിരുന്നു. തീർച്ചയായും നന്മയും കരുണയും എന്റെ ജീവകാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന്. ഇത് സങ്കീർത്തനം 23:6 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ യേശുവിനെ പോലെയാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിന്റെ സ്വഭാവ സവിശേഷതകൾ കൈവശം വയ്ക്കാനും അവകാശമാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സ്നേഹം, അവന്റെ വിശുദ്ധി, അവന്റെ വിനയം, അവന്റെ പ്രാർത്ഥനാ ജീവിതം എന്നിവ എന്നെ ആഴത്തിൽ സ്പർശിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ദൈവമക്കളെ, കർത്താവായ യേശുവിനെ പോലെ മാറാനും രൂപാന്തരപ്പെടാനുമുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3:2 വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോവേൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 5-ാം അധ്യായം. ആമേൻ.